ജനസംഖ്യയുള്ള ഈഴവ സമുദായത്തിൻ്റെ എതിർക്കാൻ ആളില്ലാത്ത ഏറ്റവും വലിയ നേതാവാണ് വെള്ളാപ്പള്ളി. അവർ രണ്ടും ചേർന്നൊരു ചർച്ച നടത്തി ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോയാൽ കേരളം ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് അവരായിരിക്കും. ബി ജെ പിയുടെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ അഭിപ്രായം പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. NSSും SNDPയും തമ്മിൽ അവരുടെ അഭിപ്രായങ്ങളിലൊക്കെ ഒരു സമന്വയം വരുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് കാഴ്ചപ്പാട് പറയട്ടെ. ഈ NSS എന്ന് പറയുന്നത് ഞാനൊരു വളരെയേറെ ബന്ധവും അടുപ്പവും സ്നേഹമുള്ള വലിയൊരു നേതാവാണ് സുകുമാരൻ നായർ. ഞാൻ മണിച്ചേട്ടാ എന്ന് സ്നേഹത്തെ വിളിക്കുന്നു. അദ്ദേഹമൊക്കെ വളരെ ഉറച്ച നിലപാടുള്ളവന്, അല്ലാതെ ചുമ്മാ പഴമാതിരി നടക്കുന്ന ആളുകളല്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ NSS വലിയ ശക്തിയെ മാറിയിരിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഈഴവ സമുദായത്തിൻ്റെ എതിർക്കാൻ ആളില്ലാത്ത ഏറ്റവും വലിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്ത കാലത്ത് സാമൂഹ്യ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം പലരും അദ്ദേഹത്തെ വിമർശിച്ച് വളരെ ശക്തമായി അദ്ദേഹത്തെ പിന്തുണ. അദ്ദേഹം പറഞ്ഞ ശരിയെന്ന് പറഞ്ഞ ആൾ വേണ്ട. ഞാൻ ആ കാര്യത്തിൽ 100% വെള്ളാപ്പള്ളി നടേശൻ്റെ ആ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണക്കുന്നതാണ്. സ്വാഭാവികമായി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അല്ലെങ്കിൽ മണിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന സുകുമാരൻ നായരുമായി ഒരു ഐക്യമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന് നന്മയാണെന്ന് എൻ്റെ അഭിപ്രായം. ആ ഐക്യം കേരള രാഷ്ട്രീയം നിയന്ത്രിക്കാൻ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയും. അവരത് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല. അവർ രണ്ടും ചേർന്നൊരു ചർച്ച നടത്തി ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോയാൽ കേരളം ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് അവരായിരിക്കും. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും മണിച്ചേട്ടനും അതുപോലെ SNDPയുടെ നേതാവായിട്ടുള്ള നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ചേർന്നുകൊണ്ട് ഇതാണ് തീരുമാനമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് വോട്ട് ചെയ്യാൻ ആയിരങ്ങൾ കേരളത്തിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈയിടെ മലപ്പുറത്തെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബോധത്ത് കയറി ഇറങ്ങുക. എന്തിനാ അങ്ങനെ ഒരു സത്യമല്ലേ പറഞ്ഞു? എന്നാൽ അദ്ദേഹം പറഞ്ഞ സത്യം ഞാനത് പറയാണ്ട് വന്ന് തെറ്റിദ്ധരിക്കും. എനിക്ക് ഒരു സമുദായം വെച്ച് പറയുന്നതല്ല. അവിടെ മലപ്പുറം ജില്ലയിൽ 60% മുസ്ലിങ്ങളാണ്, ബാക്കി ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന് പറയുമ്പം അതിൽ SNDP കൂടുതൽ, ക്രിസ്ത്യാനി വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ 19 ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് മലപ്പുറം ജില്ലയിൽ. അതിൽ 18 മുസ്ലിം മാനേജ്മെൻറ്റ്, ഈ മുസ്ലിം ലീഗായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം മാനേജ്മെൻറ്റ്. ഒരെണ്ണമാണ് SNDP. അതായത് 60%-ന് 18-ഉം 40%-ന് 1-ഉം മര്യാദയാണോ സാമൂഹ്യ നീതിയാണോ? അത് തെറ്റാന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ് ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞ് ശരിയാന്ന് പറഞ്ഞു. ഇനി ആര് ചോദിച്ചാലും അത് തന്നെ ഞാൻ പറയാം. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പറയാൻ. അതുകൊണ്ട് വെള്ളാപ്പള്ളി സാമൂഹ്യ നീതിക്ക് വേണ്ടി സംസാരിക്കും. അങ്ങേറെ മുഖത്തോട്ട് ആരും കയറണ്ട. പ്രത്യേകിച്ച് 89 വയസ്സുള്ള വന്യവയോധനായ ആ മനുഷ്യൻ ഇപ്പോഴും ഊർജ്ജസ്വനായി പ്രവർത്തിക്കുക കാണുമ്പോൾ അങ്ങേരെ ബഹുമാനിക്കുന്നതിന് പകരം അപമാനിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് കള്ളക്കൂട്ടങ്ങളാണ്, മനസാക്ഷിയില്ലാത്തവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളാപ്പള്ളിയെ അപമാനിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല എന്ന നയം തന്നെയാണ് എൻ്റെത്. അതുപോലെ തന്നെ മണിച്ചേട്ടൻ, ഞാൻ അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നത്, സുകുമാരൻ നായർ NS ജനറൽ സെക്രട്ടറിയും SNDP ജനറൽ സെക്രട്ടറിയും കൈകോർത്ത് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. 100% പിന്തുണ അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. PC ജോർജിൻ്റെ വ്യക്തിപരമായ പിന്തുണയാണോ അതോ BJP എന്ന നിലയിൽ? അല്ല, BJP ആയിട്ട് ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞതിന് ഇത് PC ഓറിയൻ്റാണ്. BJPയുടെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, BJPയുടെ അഭിപ്രായം പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം പറയട്ടെ. ഞാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ സംബന്ധിച്ചാണ്. BJPയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ യാതൊരു സംശയമില്ല, BJP വലിയ നിലയിലേക്ക് ഉയരാൻ പോവുകയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾക്ക് BJPക്ക് ഇത്ര ശക്തിയുണ്ടെന്ന് മനസ്സിലായത്. ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ ചേർന്ന് എതിർത്തിട്ടും UDF LDF ഒരുമിച്ച് എതിർത്തിട്ടും ഇത്രമാത്രം മുന്നേറ്റം BJPക്ക് നടത്താൻ, ത്രിതല പഞ്ചായത്ത് നടത്താൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ സംഭവമാണ്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചില്ലേ, പാലക്കാട്, ഞങ്ങളുടെ പൂഞ്ഞാത്തേക്കര പഞ്ചായത്ത് ഞങ്ങൾ തന്നെയാണ്, BJP തന്നെയാണ് 8 എണ്ണം ജയിച്ചത്. അവിടെ 4 എണ്ണം പോയത് 2 വോട്ട് 12 വോട്ടിനൊക്കെ പോയ ബാക്കി. ഇവിടെ തറനാട് പഞ്ചായത്ത് 5 മെമ്പർമാരുണ്ട്, പൂഞ്ഞാറ് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, തലപ്പലത്തുണ്ട്, അല്ലെങ്കിൽ ഈ മേഖലയെല്ലാം ഉണ്ട്. എല്ലാ പഞ്ചായത്തും ഞങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ UDF LDF കൂടി യോജിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തപ്പം ചെറിയ വോട്ടിനൊക്കെ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങളത് തീർത്തോളാം.
ധൈര്യമായിട്ട്. രാഷ്ട്രീയപരമായിട്ട് നേട്ടം ഉണ്ടാകുന്ന ആർക്കായിരിക്കും? അതായത് NSS SNDP യോജിപ്പുണ്ടായാൽ അത് ഇപ്പോൾ BJP പറ്റി പറയുന്ന ആരുണ്ട്? ഹിന്ദു മേധാവിത്വമല്ല പറഞ്ഞു. സ്വാഭാവികമായത് BJPക്ക് നേട്ടമായി മാറും. ഞാൻ ഒന്നാം തരം റോമൻ കത്തോലിക്കാണ് പറഞ്ഞത്, അല്ലാതെ ഹിന്ദു അല്ല. പക്ഷേ ഹിന്ദു സംസ്കാരത്തെ ബഹുമാനിക്കുന്നതാണ് ഞാൻ. ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ബഹുമാനിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ യോജിപ്പ് ഈ നാടിനും രാജ്യത്തിനും ഗുണകരമാണ്.